ഔഷധഗുണങ്ങൾ ഏറെയുള്ള ഒരു സസ്യമാണ് ആടലോടകം. ആയുർവേദത്തിൽ ഏറെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണിത്. ആടലോടകത്തിന്റെ ഇലയും പൂവും വേരും വിത്തും തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ആയുർവേദത്തിൽ നിരവധി ഒറ്റമൂലികൾക്കും മറ്റും ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് ആടലോടകത്തിന്റെ ഇലകൾ. ചുമ മാറുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മരുന്നാണ് ആടലോടകം. നെഞ്ചിലെ കഫക്കെട്ട് മാറുവാനുള്ള ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഏറെ പ്രധാനമാണ് ആടലോടകം. ആടലോടകത്തിന്റെ ഇലയുടെ നീര് തേനിൽ ചേർത്ത് ദിവസവും 3 നേരം വീതം കുടിച്ചാൽ ചുമ മാറുകയും ആടലോടകത്തിന്റെ ഇലയുടെ നീരും ഇഞ്ചി നീരും തേനും ചേർത്ത് കഴിച്ചാൽ കഫം ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ മിക്കയിടത്തും വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ആടലോടകം. അക്കാന്തേസി കുടുംബത്തിൽപ്പെട്ട ആടലോടകം 2 തരമുണ്ട്. ആയുർവേദത്തിൽ ഒരു ഔഷധ സസ്യമായി ഇത് ഉപയോഗിക്കപ്പെടുന്നു. ഔഷധ സസ്യത്തിന് പുറമെ പച്ചില വളമായും ആടലോടകം ഉപയോഗിക്കുന്നു. മഞ്ഞച്ചായം ഉണ്ടാക്കുന്നതിന് ഇല ഉപയോഗിക്കുന്നുണ്ട്. ചില ആൽക്കലോയിഡുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഫംഗസും കീടങ്ങളും ആക്രമിക്കാത്തത് കൊണ്ടും പഴങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇലകൾക്ക് സുഖകരമല്ലാത്ത മണമുള്ളത് കാരണം മൃഗങ്ങൾ തിന്നാറില്ല. ആയതിനാൽ വേലിച്ചെടിയായി വളർത്തുവാനും ഇത് നല്ലതാണ്. മലബാർ നട്ട് എന്ന് ഇംഗ്ലീഷ് നാമമുള്ള അനുഗ്രഹീത സസ്യമാണ് ആടലോടകം. ഭാരതത്തിലെ ഔഷധ പാരമ്പര്യത്തിലെ മുഖ്യ കണ്ണിയാണിത്. ആയുർവേദത്തിൽ ഇതിന്റെ വേര്, ഇല, പൂവ്, കായ എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ്. ഏത് കാലാവസ്ഥയിലും വളരുന്ന ഈ ചെടി അക്കാന്തേസിയ സസ്യകുടുംബത്തിലെ അംഗമാണ്. ഈ ആടലോടകത്തിന്റെ ഔഷധ പ്രാധാന്യം തിരിച്ചറിഞ്ഞ മലയാളികൾ ഇന്ന് ഇത് വീട്ടുമുറ്റത്ത് ധാരാളമായി വളർത്തുന്നുണ്ട്. ഔഷധമേന്മയിൽ അഗ്രഗണ്യനായ ഇത് 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ചെറിയ ഇലകളുള്ള ചെറിയ ആടലോടകവും അതുപോലെ തന്നെ വലിയ ഇലകളുള്ള ആടലോടകവും. കടുത്ത ചുമ, കഫം, ക്ഷയം, ഛർദി, ശ്വാസമുട്ടൽ, രക്തപിത്തം എന്നിവയുടെ ശമനത്തിനും ശരീരവേദന മാറ്റുവാനും ആടലോടകം അത്യുത്തമമാണ്. ഇതിന്റെ ഇലകളിലും വേരിലും അടങ്ങിയിട്ടുള്ള വാസിസൈൻ എന്ന ആൽക്കലോയിഡുകൾ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ആടലോടകത്തിന്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് തേൻ ചേർത്ത് ഉപയോഗിച്ചാൽ രക്തപിത്തവും ചുമയും മാറും. ഇലച്ചാറിൽ ആട്ടിൻപാൽ ചേർത്ത് കാച്ചി കുടിച്ചാൽ ശ്വാസമുട്ടൽ, ചുമ എന്നിവ മാറും. വേര് ചതച്ച് പാലിൽ കാച്ചി കഴിക്കുന്നത് ക്ഷയരോഗം, രക്തം ഛർദ്ദിച്ചുണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയുടെ ശമനത്തിന് നല്ലതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ചുമയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനും ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള ഈ ആടലോടകം. ആടലോടകത്തിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ആസ്മ ക്ഷമിക്കുവാനും കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുന്നത് ഒച്ചയടപ്പ് മാറുവാനും കഫശല്യം മാറുവാനും ഉത്തമമാണ്. ആയുർവേദ ഔഷധങ്ങളായ ചവനപ്രാശത്തിലും വശാരിഷ്ടത്തിലും ഒരു പ്രധാന ചേരുവയായി ആടലോടകം ചേർക്കുന്നു. കുമിളുകളെയും ബാക്ടീരിയകളെയും മറ്റ് കീടങ്ങളെയും നശിപ്പിക്കുന്നു. അതിനാൽ ആടലോടകത്തിന്റെ ഇല വേവിച്ച് ആറ്റി കീടനാശിനിയായും ഉപയോഗിക്കാവുന്നതാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അഭ്യസ്തവിദ്യരായ കേരള ജനതയ്ക്ക് ആടലോടകം ഒരു അനുഗ്രഹം തന്നെയാണ്. ആടലോടകത്തിന്റെ ഇലയും ചന്ദനവും സമം ചേർത്ത് അരച്ച് 15 മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ രോമകൂപത്തിലൂടെ രക്തം വരുന്നത് ഇല്ലാതാകും. ആടലോടകത്തിന്റെ ഇലയുടെ നീര് 1 ടീസ്പൂൺ വീതം ദിവസവും 3 നേരം കഴിച്ചാൽ ക്ഷയരോഗത്തിന്റെ ആദ്യ അവസ്ഥയിലുള്ള ചുമയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു. ആടലോടകത്തിന്റെ നീരും ചന്ദനവും സമം അരച്ച് രാവിലെയും വൈകുന്നേരവും പതിവായി ഉപയോഗിച്ചാൽ രക്തപിത്തം ക്ഷമിക്കും. കൂടാതെ രക്താർശസ്, രക്താതിസാരം എന്നിവയ്ക്കും നല്ലതാണ്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാൻ ആടലോടകത്തിന്റെ വേരിന്റെ തൊലിയിൽ അടങ്ങിയിട്ടുള്ള വാസിസൈൻ സഹായിക്കുന്നു. നേത്രരോഗങ്ങൾക്ക് ആടലോടകത്തിന്റെ പൂവിൽ നിന്നും നീരെടുത്ത് കണ്ണിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. ആസ്മ രോഗത്തിന് ഏറെ ശമനം നൽകുന്ന ഒന്നാണ് ആടലോടകത്തിന്റെ ഇലകൾ. ഔഷധ ഗുണമുള്ള സസ്യം എന്നതിനോടൊപ്പം ഒരു നല്ല കീടനാശിനി കൂടിയാണ് ആടലോടകം. കുമിളുകൾ, ബാക്ടീരിയകൾ, കീടങ്ങൾ തുടങ്ങിയവയെ ശമിപ്പിക്കുവാനുള്ള കഴിവ് ആടലോടകത്തിനുണ്ട്. ഒരു കുറ്റിച്ചെടിയായ ആടലോടകം ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ്. ആടലോടകത്തിന്റെ തണ്ടുകൾ മുറിച്ച് നട്ടാൽ പുതിയ ചെടികൾ ഉണ്ടാകും. ഔഷധ സസ്യമെന്ന രീതിയിൽ 1-2 ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. അതിലുപരി അതിർത്തികളിൽ വേലിയായും ആടലോടകം വളർത്താവുന്നതാണ്. കൃഷിസ്ഥലമുള്ളവർക്ക് കൃഷിയിടങ്ങളിൽ അങ്ങിങ്ങായി ആടലോടകം വളർത്തുന്നത് കീടനിയന്ത്രണത്തിന് സഹായകരമാണ്. നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മണ്ണിളക്കി അതിൽ മുറിച്ചെടുത്ത കമ്പുകൾ നടാവുന്നതാണ്. അല്പം ജലലഭ്യത ഉറപ്പാക്കിയാൽ നട്ട് 1 വർഷത്തിനുള്ളിൽ തന്നെ ആവശ്യത്തിലധികം ഇലകൾ ലഭിക്കും.
ഇലകൾ ഒട്ടനവധി ഒറ്റമൂലികൾക്കും മറ്റ് ഔഷധ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നതിനു പുറമെ ജൈവ കീടനാശിനി നിർമ്മാണത്തിലും സ്വാഭാവിക കീടനിയന്ത്രണത്തിലും ആടലോടക ഇല വളരെയധികം ഉപയോഗിച്ചു വരുന്നു. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് കൂടുതൽ രക്തം പോകുന്നുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ ഇലയുടെ നീര് 15 മില്ലിയും 15 ഗ്രാം ശർക്കരയും ചേർത്ത് ദിവസേന 2 നേരം വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇല വെയിലത്ത് ഉണക്കി പൊടിച്ചത്, അരി വറുത്ത് പൊടിച്ചത്, കൽക്കണ്ടം, ജീരകം, കുരുമുളക് ഇവ പൊടിച്ചത് എന്നിവ ചേർത്ത് കഴിച്ചാൽ ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നിവ മാറും.